ദൈവഹിതത്തിന് നമ്മെ പൂർണ്ണമായി വിട്ടുകൊടുത്താൽ ആ ദൈവം നമ്മുടെ കരം പിടിച്ച് നമ്മെ ഉയർത്തുക തന്നെ ചെയ്യും. എന്നും ഈശോയോട് പ്രാർത്ഥിച്ച് ഈശോയുടെ സന്നിധിയിൽ അണഞ്ഞ് വിജയം കൈവരിച്ച സിസ്റ്റർ എൽസ് മരിയ ബെന്നിയാണ് കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മോടൊപ്പം ഉണ്ടായിരുന്നത്. സിസ്റ്റർ ഈ എപ്പിസോഡിൽ സിസ്റ്ററിൻ്റെ പഠന ജീവിതത്തെക്കുറിച്ചും പ്രാർത്ഥനാ ജീവിതത്തെക്കുറിച്ചുമാണ് നമ്മോട് പങ്കുവയ്ക്കുന്നത്. സിസ്റ്ററിനെ ഒത്തിരി സ്നേഹത്തോടെ നമുക്ക് സ്വാഗതം ചെയ്യാം. സിസ്റ്റർ, അപ്പോൾ ഓൺ ദി സ്പോട്ടിൽ തന്നെ സിസ്റ്ററിൻ്റെ അടുത്ത് പറഞ്ഞു എന്നൊരു കാര്യം ചെയ്യും, എൻട്രൻസ് പ്രിപ്പറേഷന്. അതെ, ആ എൻട്രൻസ് എക്സാമിൻ്റെ വിജയം കൊണ്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലേ. ഞാൻ അതിലേക്ക് ഇങ്ങനെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു. നീറ്റ് എക്സാം എന്ന് പറയുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാര്യം എന്താ? ജനുവരിയിലായിരുന്നു ഞങ്ങളുടെ പ്രൊഫഷൻ, മാർച്ചിൽ 23 ലോക്ക്ഡൗൺ ആവുന്നത്. അപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഇടവകയിൽ അങ്ങനെ പ്രവർത്തിക്കാനായിട്ട് ഒത്തിരി സാഹചര്യം ഇല്ല. എനിക്ക് പിന്നെ അവിടെ ഒരു പ്രവർത്തനം ഉണ്ടായിരുന്നു, പരിപാലന ഭവൻ എന്നുള്ള ഒരു ഇതുണ്ട് ഉള്ളത് കൊണ്ട് ഞാൻ അവിടെ എൻഗേജ്ഡ് ആയിരുന്നു. അവർക്കെല്ലാവർക്കും ആഗ്രഹമുണ്ട് ഞാനൊരു ഡോക്ടർ ആവണമെന്ന്. കാരണം അവർ പറയും ഡോക്ടറായിട്ട് ഇങ്ങോട്ട് തന്നെ വരണം, ഞങ്ങളെ ശുശ്രൂഷിക്കുമല്ലോ വരണം എന്നൊക്കെ പറഞ്ഞ് അവർക്ക് ഭയങ്കര ഇതാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല, അപ്പോൾ എനിക്ക് പഠിക്കാൻ സമയമില്ല, അതുകൊണ്ട് നിങ്ങളെ ഞാൻ പ്രാർത്ഥിക്കാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. എനിക്ക് എൻട്രൻസ് മേടിച്ച് തരുന്ന കാര്യം നിങ്ങളെയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ ഏൽപ്പിക്കുന്നത്. എന്നിട്ട് അത് അങ്ങനെ പറഞ്ഞെങ്കിലും അവരങ്ങനെ തീക്ഷ്ണതയോടെ പ്രാർത്ഥിക്കുമെന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. ഒരു ദിവസം ഞങ്ങൾക്ക് അവിടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് പ്രയർ ഉണ്ട്, 12 വരെ അവരിങ്ങനെ സ്പോണ്ടേനിയസ് ആയിട്ട് പ്രാർത്ഥിക്കും. പിന്നെ അവരെ പ്രാർത്ഥന അവർക്ക് അവിടെ എന്ന് വെച്ചറിയുമ്പോൾ ഇങ്ങനെ ആണ്ടിനും കല്യാണത്തിനൊക്കെ ഓരോരുത്തരും ഫുഡൊക്കെ കൊണ്ടുതരും. അപ്പോൾ അവർ വന്ന് പറയും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയും. പ്രാർത്ഥിക്കാം ഇവർ തന്നെ, നമ്മളാരും പറഞ്ഞു കൊടുത്തിട്ടൊന്നുമല്ല, ഇവർ തന്നെ മീനിങ് ഒന്നും ഉണ്ടാവില്ല എന്ന് അവരങ്ങനെ പ്രാർത്ഥിക്കും. ഒരു ദിവസം നമുക്കങ്ങനെ അവരുടെ കൂടെ എപ്പോഴും പോയിരിക്കാൻ സമയം കിട്ടാറില്ല, എന്നാലും പറ്റുമ്പോഴൊക്കെ പോയിരിക്കും അവരുടെ കൂടെ. അപ്പോൾ ഒരു ദിവസം അവരിന്ന് പ്രാർത്ഥിച്ച എൽസിനെ ഡോക്ടറാക്കണേ. അവർ ഞാനിവിടെ ശരിക്കും കേട്ടിട്ടുണ്ടാവും. പിന്നെ നിഷ്കളങ്കര കുഞ്ഞുങ്ങളെ പോലെ തന്നെയാണ്. അതെ, വേറെ കളങ്കമില്ലല്ലോ അങ്ങനെ. അപ്പം അങ്ങനെ ഒരു സാഹചര്യമായിരുന്നു അല്ല അവിടെ. പിന്നെ അവർ ഇങ്ങനെ പോന്നപ്പോഴും അവർ പറഞ്ഞു ഞാൻ പോകുന്നെങ്കിൽ എൻ്റെ കാര്യം മറന്നേക്കരുത്, പ്രാർത്ഥിച്ചേക്കണം എന്നൊക്കെ പറഞ്ഞില്ല. പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവിടുത്തെ സുപ്പീരിയറൊക്കെ മാറിയായിരുന്നു. പിന്നെയുള്ള സിസ്റ്റർ ആണെങ്കിലും ഇടയ്ക്ക് എന്നെ വിളിക്കുമ്പോൾ പറയും അവരിപ്പോഴും നിന്റെ കാര്യം പറഞ്ഞിട്ടില്ല, എന്നും ഉച്ചയ്ക്ക് നിന്റെ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടെന്നൊക്കെ പറയുമായിരുന്നു. പിന്നെ സിസ്റ്റർ ഇവിടെ വന്നപ്പോൾ ഇവിടെ എല്ലാവർക്കും പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ജോലികളിലൊക്കെ നമ്മൾ ഇൻവോൾവ് ആയിരുന്നു. പിന്നെ എന്നാലും കുറച്ചൊക്കെ പഠിക്കാൻ സമയം കിട്ടി. എന്നാലും പിന്നെ ആ വർഷം ഞാൻ പോയി നീറ്റ് എഴുതിയപ്പോൾ അന്ന് എനിക്ക് സ്കോർ 400+ ആയിരുന്നു. പക്ഷെ എന്നാലും ബാംഗ്ലൂർ സെൻറ്റ് ജോൺസ് കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം കാരണം നമ്മൾ അന്നേരം സാമ്പത്തികമായിട്ട് കോൺഗ്രിഗേഷനിൽ നിന്നാണല്ലോ, അപ്പം ഒരു ഇച്ചിരി ടൈറ്റ്നസ് ഉള്ളൊരു സമയമൊക്കെ ആയിരുന്നു. അപ്പം എന്നാലും പ്രൊവിൻഷ്യലമ്മ പറഞ്ഞായിരുന്നു പ്രൈവറ്റിൽ പഠിക്കാനായിട്ട് പാടാണ്, ഗവൺമെൻറ് കിട്ടുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിടാമെന്നുള്ള ഒരിതായിരുന്നു. അല്ലെ വേറെ ഏതെങ്കിലും കോഴ്സ് ചിന്തിക്കാം എന്നുള്ളൊരു ചിന്തയായിരുന്നു. അന്ന് വരെ സിസ്റ്റേഴ്സൊക്കെ സെൻറ്റ് ജോൺസിൽ പഠിക്കുന്ന ഒരു അല്ലേ. അപ്പം അങ്ങനെയൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും ചിന്തിക്കുമ്പോൾ ഗവൺമെൻറ്റിൽ പഠിച്ച സിസ്റ്റേഴ്സ് കൂടുതലും സിസ്റ്റേഴ്സൊക്കെ സെൻറ്റ് ജോൺസിലാണ്. കാരണം സെൻറ്റ് ജോൺസിൽ സിസ്റ്റേഴ്സിന് 20 സീറ്റ് റിസർവേഷൻ ഉണ്ട്. അപ്പം അവിടെയൊക്കെ എന്ന് പറയുമ്പം ജസ്റ്റ് നീറ്റ് ക്വാളിഫൈ ചെയ്താൽ മതി, പാസ് മാർക്ക് കിട്ടിയാൽ മതി, അവിടെ സിസ്റ്റേഴ്സിന് അഡ്മിഷൻ കിട്ടും. അപ്പോൾ ആ വർഷമാണെങ്കിലും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നീറ്റ് എഴുതാനായിട്ട്, സിസ്റ്റർ തന്നെ, വേറെ CSN കോൺഗ്രിഗേഷനിലെ സിസ്റ്റർ. ഞങ്ങൾ കണ്ടുമുട്ടുന്നത് ആ 2021 നീറ്റ് എഴുതാൻ വേണ്ടി ചെന്നപ്പോഴാണ് ഞങ്ങൾ വീണ്ടും കണ്ടുമുട്ടുന്നത് സിസ്റ്റേഴ്സായിട്ട്. അന്ന് 2018 ഞങ്ങൾ കണ്ടതാണ്, 2017 കണ്ടതാണ്. പിന്നെ ഞങ്ങൾ അന്ന് നീറ്റ് എക്സാമിനാണ് ഞങ്ങൾ കാണുന്നത്. അപ്പം അന്ന് ഞങ്ങൾ നമ്പർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുകയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ കോണ്ടാക്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നീറ്റ് സ്കോർ വന്നപ്പം അവൾക്ക് 250 സംതിങ് അത്രയായിരുന്നു. അപ്പോൾ എനിക്കന്ന് 400+ ഉണ്ട്.
പക്ഷെ അന്നേരം അവർ എന്നാ സെൻറ്റ് ജോൺസിൽ പോയി അഡ്മിഷൻ എടുത്തു. അപ്പോൾ എനിക്ക് സങ്കടം വന്നു, കാരണം എനിക്ക് മാർക്ക് കൂടുതലുണ്ട്, അഡ്മിഷൻ എടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ ഒരു ചെറിയ സങ്കടം. അടുത്ത പ്രാവശ്യം എഴുതി എങ്ങനെ ആകുമെന്ന് നമുക്ക് ഉറപ്പില്ല. കാരണം സത്യം പറഞ്ഞാൽ കിട്ടിയ ദൈവാനുഗ്രഹം കൊണ്ട് മാത്രം അത് നീറ്റ് എഴുതുന്നവർക്ക് ശരിക്കും അതിൻ്റെ ആ ഒരു ടെൻഷൻ അറിയത്തുള്ളൂ. നമ്മൾ എല്ലാം പഠിച്ചു എന്ന് പറഞ്ഞാലും ആ ഒരു 3 മണിക്കൂർ സമയം നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് ഉണ്ട്. അത് നമ്മൾ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു, സ്ട്രെസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. കാരണം ഒരു ചിലപ്പോൾ എന്നെ സംബന്ധിച്ച് ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്ത് കിട്ടുകയാണെങ്കിൽ പിന്നെ ഒരു കോൺഫിഡൻസ് വരും. അതേസമയം ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസ് കിട്ടാണ്ട് വന്നാൽ പിന്നെ ടെൻഷനായി, പിന്നെ ഫുള്ളും പോയി. എല്ലാം പഠിച്ചു വന്ന ആളാണെങ്കിലും എല്ലാവർക്കും സംഭവിക്കാവുന്നൊരു കാര്യം അത്. ശരിക്കും ആ സ്ട്രെസ്സും കൊണ്ട് നമ്മൾ മാനേജ് ചെയ്യാൻ, ഇപ്പം ഡോക്ടേഴ്സ് ആണെന്ന് പറഞ്ഞാലും ശരിക്കും സ്ട്രെസ് ആണല്ലോ. അപ്പോൾ പെട്ടെന്നായിരിക്കും ഒ പിയിലോട്ട് എന്തെങ്കിലും എമർജൻസി കേസ് വരുന്നത്. അപ്പം അതിനെ നമ്മൾ ശരിക്കും സ്ട്രെസ് ഹാൻഡിൽ ചെയ്യാൻ അപ്പം ബ്രില്യൻ്റ് ചെയ്യുന്നത് ഇപ്പം ഞങ്ങൾക്കാണെങ്കിലും മോട്ടിവേഷണൽ ക്ലാസ്സസ് ഒക്കെ ഇടയ്ക്ക് തരുമായിരുന്നു. അപ്പം അന്നേരം പറഞ്ഞു അതുകൊണ്ടാണ് ഈ എക്സാം ഇങ്ങനെ. അപ്പം നമ്മൾ അങ്ങനെ ആ ഒരു മറ്റേ സിസ്റ്റർ എന്തായാലും സെന്റ് ജോൺസിൽ എടുത്തു എന്നുള്ളൊരിതായി. പിന്നെ എന്നോട് ഇങ്ങനെ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ പിന്നെ ഡ്രോപ്പ് ചെയ്തിട്ട് വേറെ വല്ല പ്രൊഫഷനും ചേരാം എന്ന് വിചാരിച്ചു, അതോ എൻട്രൻസ് റിപ്പീറ്റ് ചെയ്യാമെന്ന് തന്നെ മനസ്സിലായി? എന്നോട് പിന്നെ ഇങ്ങോട്ട് പറഞ്ഞു, അപ്പൊ മാർക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു കൊല്ലം കൂടെ റിപ്പീറ്റ് ചെയ്തോ. പിന്നെ മുള്ളേഴ്സിൽ അപ്പോൾ അത് മുള്ളേഴ്സിനാണല്ലോ അന്വേഷിച്ചായിരുന്നു എങ്ങനെയാണ്. അപ്പോൾ അവിടെയും നല്ല അവിടെ അതിലും കൂടുതൽ ഫീസാണ് അല്ലാണ്ട് പോയി നമ്മൾ സീറ്റ് എടുക്കുന്നതിന് മുള്ളേഴ്സ്. അപ്പോൾ അവിടെ ഞങ്ങൾക്ക് തൊട്ടടുത്ത് കോൺവെന്റ് ഉണ്ട്, ഡെയിലി നടന്നു പോയി വരാനുള്ള ദൂരമേ ഉള്ളൂ. അതുകൊണ്ട് അവിടെ ചോദിച്ചത്. അപ്പോൾ എന്നാലും അവിടെ നല്ല ഫീസാണ്. അപ്പോൾ പിന്നെ എന്നാൽ ഒരു കൊല്ലം കൂടെ റിപ്പീറ്റ് ചെയ്യാന്ന് വെച്ച് സിസ്റ്റർ തന്നെ എന്നോട് ഇങ്ങോട്ട് പറഞ്ഞു റിപ്പീറ്റ് ചെയ്തു. എന്നാലും പക്ഷേ എനിക്ക് ഉറപ്പില്ല. അതെ, അതിൻ്റെ ഇടയ്ക്ക് നമുക്കിപ്പോൾ 7 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടല്ലോ. +1 +2 കഴിഞ്ഞ് 1 വർഷം ആകുമ്പോൾ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും മറന്നിട്ടുണ്ട്. പക്ഷെ 7 വർഷം ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സിലബസേ മാറിയിട്ടുണ്ട്. പിന്നെ സിസ്റ്റർ ICSE പഠിച്ചുകൊണ്ട് NCERT വലിയ ടച്ച് ഇല്ല. ആ ഒരു ഗ്യാപ്പ് എങ്ങനെയാണ് പഠനത്തെയൊക്കെ ബാധിച്ചത്? എനിക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നുവെച്ചാൽ ഞാനെല്ലാം മറന്നുപോയി. പിന്നെ എങ്ങനെയെങ്കിലും എടുക്കണം എന്നുള്ളൊരു ചിന്തയാണല്ലോ. ക്രാഷ് കൂടിയതുകൊണ്ടൊരു ബേസ് കിട്ടി. ക്രാഷ് കൂടിയെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആ സമയത്ത് ഫിസിക്സ് കെമിസ്ട്രി ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. പിന്നെ ഇടയ്ക്ക് എനിക്ക് സമയം കിട്ടുന്ന സമയത്ത് എനിക്ക് അവിടെ ഒരു കൊച്ച് എനിക്ക് NCERT ടെക്സ്റ്റ് കൊണ്ടു തന്നു. അപ്പം ആ കൊച്ചിൻ്റെ അപ്പം ടെക്സ്റ്റ് ഇവരുടെ കൂടെ ആയിരിക്കുന്ന സമയത്തൊക്കെ ചിലപ്പോൾ ഇവർ TV കാണുന്ന സമയത്ത് എവിടെയെങ്കിലും മാറിപ്പോയിരുന്ന് ഞാൻ NCERT ടെക്സ്റ്റ് ഇങ്ങനെ വായിക്കായിരുന്നു. എന്നാലും അത്ര ഇതൊന്നും അല്ല, വലിയ ഇതായെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനെ സിസ്റ്റർ നമ്മൾ ക്രാഷ് കോഴ്സൊക്കെ എന്തായാലും കഴിഞ്ഞു, റിപ്പീറ്ററായിട്ട് ജോയിൻ ചെയ്യും. നമ്മൾ റിപ്പീറ്റ് ചെയ്യുന്ന സമയത്ത് മണിക്കൂറുകളോളം പഠിക്കേണ്ട ഒരു അവസ്ഥയാണല്ലേ. നമുക്ക് വേറെ ഒന്നും ഇല്ല, പഠനം മാത്രം എന്ന് പറയുന്നൊരവസ്ഥയിലാണ് നമ്മൾ ആയിരിക്കേണ്ടത്. പക്ഷേ നമ്മൾ മഠങ്ങളിലായിരിക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ജോലികളുണ്ട് അല്ലേ, അവിടെ ചെയ്യേണ്ട കടമകളുണ്ട്. അത് ബാലൻസ്ഡ് ആവണം, പഠനം നടക്കണം. ആ ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു? ശരിക്കും ഞാൻ റിപ്പീറ്റേഴ്സിൽ ജോയിൻ ചെയ്യുന്നത് അപ്പം ആദ്യത്തേതിൽ എനിക്ക് ചേരാൻ പറ്റത്തില്ലെന്ന് മനസ്സിലായി. അപ്പം റിപ്പീറ്ററായിട്ട് ജോയിൻ ചെയ്യണം. അപ്പം എന്നാലും എനിക്ക് ശരിക്കും ഒരു ജനുവരി ആയപ്പോഴാണ് നമ്മൾക്ക് ഇപ്പം എല്ലാവരും അനുവദിച്ച് വരണമല്ലോ. അങ്ങനെ വന്ന് ജനുവരി ഒരു 7 കൂടെയാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, റിപ്പീറ്റേഴ്സിൽ ജോയിൻ ചെയ്യുന്നത്. അപ്പം ഇപ്പം ഞാൻ ചേരുന്ന ബാച്ച് എന്ന് പറയുമ്പോൾ അപ്പം ഏറ്റവും ലാസ്റ്റത്തെ ബാച്ചായിട്ട് വരും. ഓൾറെഡി ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും സ്റ്റാർട്ട് ചെയ്ത കോഴ്സാണ്, 1 ഇയർ ആണല്ലോ. അപ്പം ജനുവരി ആയപ്പോഴേക്കും അപ്പം അന്നേരം എൻ്റെ കൂടെയുള്ള കുട്ടികളെന്ന് പറയുന്നത് റിപ്പീറ്റേഴ്സ് ആയിരിക്കും. കാരണം കഴിഞ്ഞതിൽ കിട്ടിയില്ല, പിന്നെ ഇത് തന്നെ കിട്ടണമെന്നുള്ളൊരു ആഗ്രഹം. കോമ്പീറ്റ് ചെയ്യുന്നത് വളരെ പ്രഗത്ഭരായ ആൾക്കാരുടെ കൂടെയാണ്. അതെ, അപ്പം അങ്ങനത്തെ കുട്ടികളാണ് ക്ലാസ്സിൽ കൂടെ. ഞങ്ങൾ ആരെയും പരസ്പരം കാണുന്നില്ലെന്നേ ഉള്ളൂ, അങ്ങനത്തെ കുട്ടികളാണ് ക്ലാസ്സിലുള്ളത്. അപ്പം അവരോടാണ് നമ്മൾ കോമ്പീറ്റ് ചെയ്യുന്നത്. അപ്പം അതിൽ ജോയിൻ ചെയ്യുമ്പം നമുക്ക് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസും ഉണ്ട്. അപ്പം ലൈവ് ക്ലാസ് എനിക്ക് തോന്നുന്നു രാവിലെ 7 മണിയോട് കൂടി തുടങ്ങും. പിന്നെ അല്ലാണ്ട് റെക്കോർഡഡ് ക്ലാസ്സസും സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പം പക്ഷേ 7 മണി ആ സമയത്ത് നമുക്ക് അത് കൂടാനായിട്ടുള്ള തിരിച്ചു വരുന്നൊരു സമയം. അപ്പം ഞാൻ സാധാരണ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ റെക്കോർഡഡ് ക്ലാസ്സസ് ആണ് കൂടിക്കൊണ്ടിരുന്നത്. ഫിസിക്സും കെമിസ്ട്രിയും അതാണല്ലോ നമുക്ക് കൂടുതൽ. ബയോളജി പിന്നെ NCERT വായിച്ചാൽ മതി. അപ്പം അതിൻ്റെ കൂടുതൽ ക്ലാസ്സസ് കൂടാനായിട്ട് ശ്രമിച്ചു. പിന്നെ ബയോളജി ഇങ്ങനെ NCERT വായിച്ചുകൊണ്ടിരുന്നു.
അപ്പം രാവിലെ പള്ളിയിൽ നിന്ന് ഇങ്ങനെ രാവിലെ ഞാൻ സാധാരണ രാവിലെ എഴുന്നേറ്റിരുന്ന് പഠിക്കുന്ന ആളാണ്. ഒരു 3 മണിയോടുകൂടി, ആ സമയത്തൊക്കെ ഒരു 3:30 എഴുന്നേൽക്കുമായിരുന്നു. എന്നിട്ട് പഠിക്കും, ഒരു 5 മണി വരെയൊക്കെ ഇരുന്ന് പഠിക്കും. എന്നിട്ട് പിന്നെ മെഡിറ്റേഷൻ, നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഉണ്ട്, മോർണിംഗ് പ്രയർ. പിന്നെ അത് കഴിഞ്ഞ് പള്ളിയിൽ പോവും, പള്ളിയിൽ നിന്ന് ഓടി വരും. ഈ പേരിലൊന്നും പ്രാർത്ഥനയൊന്നും ഒഴിവാക്കിയിട്ടില്ല. ഇല്ലില്ല. പിന്നെ പള്ളിയിൽ നിന്ന് ഓടി വരും. ഓടി വരുമ്പം ഇപ്പം നമ്മളിപ്പോൾ ഇവിടെ പാറപ്പുറം ഇടവകയാണ്. ഇപ്പോൾ ഈ ഇടവകയെ സംബന്ധിച്ചിടത്തോളം സിസ്റ്റേഴ്സിനെ ഒത്തിരി ആഗ്രഹിക്കുന്ന ഒരു ഇടവകയാണ്. കാരണം ഇപ്പോൾ ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ഓടി വന്ന് പറയാനായിട്ടുള്ളൊരു സ്വാതന്ത്ര്യം ഒക്കെ നമ്മുടെ അടുത്തുണ്ട്. അത്രയും ആൾക്കാരോട് നല്ല ഒത്തിരി ക്ലോസ് ആയിട്ടിരിക്കുന്നൊരു ഇടവകയാണ്. അപ്പം ചിലപ്പോഴൊക്കെ ആയിരിക്കും അങ്ങനെ ഓടി വരുന്നുണ്ടെങ്കിലും ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ വിഷമമായിട്ട്, അപ്പം നമ്മൾ അവരെ കേൾക്കാതിരിക്കുക പറ്റത്തില്ല. അപ്പം അവർ എന്നാലും ഒത്തിരി ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. എന്നിട്ട് ഞാൻ പള്ളിയിൽ നിന്ന് ഓടി വരുമ്പോൾ നമുക്കിവിടെ ജാതിത്തോട്ടമാണ്. അപ്പം ജാതിക്ക എല്ലാ ദിവസവും പെറുക്കണം. എൻ്റെ കൂടെയുള്ള സിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് അത്ര പോയി കുഞ്ഞ് പെറുക്കാന്ന് അപ്പം അതിനുള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാനാണുള്ളത് യങ്. അപ്പം പോകണം, എന്നെ പെടുക്കാതിരിക്കാനായിട്ട് പറ്റത്തില്ലാത്തൊരു സാഹചര്യമാണ്. അപ്പം ഞാൻ രാവിലെ പള്ളിയിൽ നിന്ന് വരുമ്പോൾ ഒരു 7:20, 7:25 ആവും. ഞാനിന്ന് ഈശോയോട് എന്ത് ഞാൻ പറയും, എനിക്ക് 8 മണി വരെ പെറുക്കാൻ പറ്റുന്ന അങ്ങനെ ഈശോയോട് ഞാൻ എന്നും പ്രാർത്ഥിച്ചിട്ടുണ്ട്. പള്ളിയിൽ നിന്ന് വരാം എന്നും കൃത്യം 8 മണിയാകുമ്പോൾ പെറുക്കി തീരും. ഒന്നെങ്കിൽ ഞാൻ പറയാം, ഒന്നെങ്കിൽ അത്രയും വീഴാവുള്ളൂ, അല്ലെങ്കിൽ എൻ്റെ സ്പീഡ് നീ കൂട്ടി പോകണം. അങ്ങനെ ജാതിക്ക് 8 മണിയോടുകൂടി അത് തീരും. അപ്പോഴേക്കും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. സിസ്റ്റേഴ്സ് നമ്മൾ തന്നെയാണ് ഇവിടെ കുക്കിംഗ് ചെയ്യുന്നത്. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാവും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അത്യാവശ്യം എന്തെങ്കിലും ജോലി കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞിട്ട് ഒരു 9 മണിയോടുകൂടി പഠിക്കാനിരിക്കും. പിന്നെ 12:30 നമുക്ക് അടുത്ത പ്രയറുള്ളത്. പിന്നെ അതിനിടയ്ക്കാണെങ്കിലും അന്ന് ഇവിടെ ഉള്ളവരൊക്കെ ആണെങ്കിലും പുതുതായിട്ട് വന്നവരാണ്. എനിക്ക് മാത്രമേ ഈ ഇടവകയെ കുറച്ചൊക്കെ അന്ന് പരിചയം ഉണ്ടായിരുന്നുള്ളൂ. അപ്പം എന്തെങ്കിലും ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഒഴിവാക്കാൻ പറ്റാത്ത, അവരെന്നെ അങ്ങനെ ബുദ്ധിമുട്ടിച്ചിട്ടില്ല കേട്ടോ ഒരിക്കലും. എനിക്ക് മാക്സിമം ശരിക്കും എണീറ്റ് നേടാനുള്ള, ഇപ്പം ഞാൻ എൻ്റെ കഴിവ് മാത്രമല്ല, ഈ സമൂഹത്തിലുണ്ടായിരുന്ന ഓരോ വ്യക്തികളും അത്രയ്ക്ക് എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ജോലികളൊക്കെ കുറച്ച് അല്ലേ സമയം കണ്ടെത്താനായിട്ട്. എന്നാലും വെച്ചാൽ നമ്മൾ എൻ്റെ മാക്സിമം സപ്പോർട്ട് ചെയ്തു അവർ, കൂടുതൽ ജോലി കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച്. ഇതിനോട് ചേർത്ത് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം എന്താ വെച്ചാൽ, ഇപ്പോൾ നമ്മൾ സമൂഹത്തിൽ സിസ്റ്റർമാർ ഒത്തിരി വെല്ലുവിളി നേരിടുന്ന സമയം, പല രീതിയിലും പുറത്ത് മഠങ്ങളിലുള്ളിൽ നടക്കുന്ന എന്താണെന്ന് അറിയാത്ത അവസ്ഥ. പക്ഷെ ഇത്രയും പോസിറ്റീവായിട്ട് സിസ്റ്ററിനെ സപ്പോർട്ട് ചെയ്തത് ഈ മഠത്തിനുള്ളിലുള്ളവരാണ് അല്ലേ? അപ്പോൾ എന്താണ് സിസ്റ്ററിന് നമ്മുടെ പ്രേക്ഷകരോട് ആ കാര്യത്തെക്കുറിച്ച് പറയാനുള്ളത്? കൂടെയുള്ള സിസ്റ്റേഴ്സിനെ കുറിച്ചും അവർ തന്ന സപ്പോർട്ടിനെ കുറിച്ചും ഒക്കെ. ശരിക്കും ഇപ്പോഴാണ് ഞാൻ വീട്ടിൽ അവധിക്ക് ചെല്ലുമ്പോഴൊക്കെ എന്നെ കസിൻസ് അല്ലെങ്കിൽ റിലേറ്റീവ്സ് ഒക്കെ ചോദിക്കും, മഠത്തിൽ കുശുമ്പ് കുത്താറുണ്ടോ എന്നാ, അങ്ങനെ എത്ര പേരുടെ എന്നോട് നീ എത്ര പേരുടെ കുശുമ്പ് കുത്തുന്നേ അങ്ങനെയൊക്കെ. പക്ഷേ എന്നാ എല്ലാവരും മനുഷ്യരാണ്, എല്ലാവർക്കും കുറവുകളും പോരായ്മകളും. ഇപ്പോൾ കുടുംബജീവിതം നോക്കിയാൽ അവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ പ്രശ്നം. അപ്പം വ്യക്തികൾ വ്യത്യസ്തമാണ്, ഓരോരുത്തരും വളർന്നു വന്ന സാഹചര്യം വ്യത്യസ്തമാണ്, ഓരോരുത്തരുടെ സ്വഭാവ പ്രത്യേകതയാണ്, അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഒരു കാര്യം എനിക്ക് ഉറപ്പായി, ഞാൻ ഈ പഠിച്ചു എന്ന് പറയുന്നത് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. പക്ഷേ ഇപ്പം ഇവിടെ ഇവരുള്ള എന്നെ സപ്പോർട്ട് ചെയ്യുന്നില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ ഒരു ഇതിലെത്തിച്ചേരാൻ പറ്റത്തില്ല. കാരണം അത്രയും എന്നെക്കാൾ കൂടുതൽ അവർ ആഗ്രഹിച്ചു എന്ന് വേണം പറയാൻ. കാരണം ഞങ്ങൾ കോൺഗ്രിഗേഷനിൽ ഡോക്ടേഴ്സ് ആരുമില്ല. ഒരാൾ ഡോക്ടറുണ്ട്, പിന്നെ ഹോമിയോ ഡോക്ടറാണ്, അല്ലാണ്ട് MBBS ആരുമില്ല. അപ്പം പിന്നെ എല്ലാവർക്കും ഒരാഗ്രഹമുണ്ട് ആ ഒരു ഫീൽഡിലേക്ക് ഒരാളെ വേണമെന്നുള്ളത്. പിന്നെ നഴ്സുമാരൊക്കെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം ഞാൻ പറഞ്ഞ പോലെ എന്നെക്കാൾ കൂടുതൽ അവരാഗ്രഹിച്ചു എനിക്കിത് കിട്ടണം എന്നുള്ളത്. അതുപോലെ അത്രയും അത് കഴിഞ്ഞ് ഞാൻ 6 മാസം ഇവിടെ സുപ്പീരിയറിലായിരുന്നു. അതിന് ശേഷമാണ് ഇവിടെ സിസ്റ്റർ ബെറ്റി ഇവിടെ വരുന്നത്. സിസ്റ്റർ വന്നപ്പോഴും എനിക്ക് ശരിക്കും ആശ്വാസം. കാരണം ആ സമയത്ത് ജാതിക്ക് ഇങ്ങനെ കൂടുതൽ വീഴാൻ തുടങ്ങി. അപ്പോൾ സിസ്റ്ററും കൂടെ എൻ്റെ കൂടെ കൂടുകയായിരുന്നു പെറുക്കാൻ. ഞാൻ സിസ്റ്റർ ബെറ്റി, ഞാൻ സിസ്റ്റർ എൽസിൻ്റെ കൂടെ സിസ്റ്റർ നീറ്റ് പരീക്ഷയ്ക്ക് ഒരുങ്ങുന്ന അവസരങ്ങളിൽ ഇവിടെ ഉണ്ടായിരുന്നു. സിസ്റ്ററിനെ കുറിച്ച് പറയുമ്പോൾ സിസ്റ്റർ വളരെ ഡെഡിക്കേഷനോടുകൂടി സമയം നന്നായിട്ട് വിനിയോഗിച്ചു. എന്നും സിസ്റ്റർ രാവിലെ 3 മണിക്ക് എഴുന്നേറ്റ് പഠിക്കുമായിരുന്നു. പഠിക്കുന്ന സമയങ്ങളിലൊക്കെ ആണെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി ഈ പഠന കാര്യത്തിൽ വളരെ ശ്രദ്ധിക്കുകയും അതുപോലെ തന്നെ സ്വന്തം കഴിവിൽ മാത്രമല്ല ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് കൂടിയാണ് എനിക്ക് കാണാൻ സാധിച്ചത്. സിസ്റ്റർ എന്നും 5 മണിക്ക് ചാപ്പലിൽ വരികയും പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ ഇടസമയങ്ങളിലൊക്കെ പ്രാർത്ഥിക്കുന്നത് കാണാമായിരുന്നു. ആ ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ട്
ഉള്ള സമയം മാക്സിമം ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് സിസ്റ്റർ എൽസിൽ എനിക്ക് കാണുവാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഈ പരീക്ഷയിൽ ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം എന്നുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടി ആ കിട്ടിയ സമയങ്ങൾ സിസ്റ്റർ വളരെ ഫലപ്രദമായിട്ട് ഉപയോഗിച്ചു. ദൈവം അതിനാ സിസ്റ്ററിന് നല്ല പ്രതിഫലം കൊടുത്തു. അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷമുണ്ട്. സിസ്റ്ററിൻ്റെ പ്രാർത്ഥനാ ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ വായിച്ചു, വായിലേക്ക് പറക്കുന്ന വിശുദ്ധൻ അല്ലേ, വിശുദ്ധ കുപ്പർത്തീനോ പുണ്യാളൻ്റെ മധ്യസ്ഥ സിസ്റ്റർ ഒത്തിരി അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട്. ആ അനുഭവത്തെ പറ്റി ഒന്ന് പറയും. സ്കൂളിലൊക്കെ പഠിക്കുമ്പം പിന്നെ പരീക്ഷയുടെ സമയമൊക്കെ ആകുമ്പോൾ അത്രയൊക്കെ അല്ല, അങ്ങനെയാണ് എന്നാ മിസ് ജോസഫ് കുപ്പർത്തീനയോട് ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങിയത്. ചെറുപ്പം തൊട്ട് അറിയാം വിശുദ്ധനെ? കഥകളും അങ്ങനെയൊന്നും അറിയത്തില്ല, വായിലൂടെ പറക്കുന്ന വിശുദ്ധനാണ് അങ്ങനെയൊക്കെ അറിയാം. പിന്നെ പരീക്ഷയ്ക്ക് എന്നാ പരീക്ഷയുടെ വിജയത്തിന് എല്ലാവരും പ്രാർത്ഥിക്കുന്ന ഒരു വിശുദ്ധനാണ് അറിയാം. അപ്പം അന്നേരമൊക്കെ പ്രാർത്ഥിക്കുകയായിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ പിന്നെ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ഞങ്ങൾ ഫോർമേഷൻ്റെ സമയത്ത് ഒരു തവണ ജോസഫ് കുപ്പർത്തീനയുടെ സിനിമ കണ്ടു. അപ്പം സിനിമ കണ്ടപ്പം എന്താണ് യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണത്. അപ്പം വിശുദ്ധൻ എന്ന് പറയുമ്പം അച്ഛനാവാൻ ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല, പക്ഷെ അമ്മയുടെ നിർബന്ധപ്രകാരമാണ് വൈദികനാകാനായിട്ട് സെമിനാരിൽ പോകുന്നത്. പക്ഷെ ആള് ശരിക്കും ഒരു മണ്ടനാന്ന് അങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള ഒരു കഴിവോ അങ്ങനെയൊന്നുമില്ല. ഞാൻ അവിടെ സെമിനാരി ചെല്ലുമ്പോഴാണെങ്കിലും അതുമായിട്ടുള്ള കുറേ പ്രശ്നങ്ങൾ, ഇപ്പോൾ പഠനവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറേ പ്രശ്നങ്ങൾ വിശുദ്ധൻ നേരിടുന്നുണ്ട്. പക്ഷേ ദൈവം അവിടെ ആ വിശുദ്ധനിലൂടെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ്. അപ്പം അതിൻ്റെ സിനിമയുടെ അവസാനം ക്ലൈമാക്സിൽ അപ്പോൾ അവരുടെ കൂട്ടത്തിലൊരു നന്നായിട്ട് പഠിക്കുന്ന ഒരു ആളുണ്ട്. പിന്നെ ഇവർ എക്സാമിന് പോവാണ്. അപ്പം ഈ വിശുദ്ധന് ആകെക്കൂടെ അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ലൂക്കായുടെ സുവിശേഷം 15 അധ്യായം 1 മുതലുള്ളത്, കാണാതെ പോയ ആടിൻ്റെ ഉപമ. അത് മാത്രമാണ് അറിയുന്നത്. വിശുദ്ധന് ആകെക്കൂടെ എന്തെങ്കിലും ചോദിച്ചാൽ പറയാൻ അറിയാവുന്നത് ആ കാണാതെ ആടിൻ്റെ ഉപമ മാത്രമാണ്. അപ്പം രണ്ടുപേരും, മറ്റേ ആൾ നന്നായിട്ട് പഠിക്കുന്ന ആൾ, ഇതെന്ന് പറയുന്നത് ഇത് മാത്രം അറിയുന്ന ഒരാൾ. അപ്പം അങ്ങനെ ചെല്ലുമ്പം ഇവർ ചെല്ലുന്നു വിശുദ്ധനോട്, ഇങ്ങനെ വൈവ പോലെയാണ്. അപ്പം വിശുദ്ധനോട് അവിടെ ഇരിക്കുന്ന അച്ഛന്മാരായിരിക്കും ചോദിക്കുന്നു. അവർ ചോദിക്കുന്ന ചോദ്യം ഇതാണ്, റിസൈറ്റ് ലൂക്ക് ചാപ്റ്റർ 15 ഓൺവേർഡ്സ്. അപ്പം വിശുദ്ധനാകപ്പാടെ ഇങ്ങനെ സ്തബ്ധനായിട്ട് നിന്നിട്ട് അതങ്ങ് വെള്ളം പോലെ പറഞ്ഞു. ആകെക്കൂടെ അറിയാവുന്ന ഒരു കാര്യം, അത് നന്നായിട്ട് അറിയായിരുന്നു. ഞാൻ പഠിച്ചത് മാത്രമേ ചോദിക്കാവുള്ളൂ. അത് അപ്പം അങ്ങനെ അത് കഴിഞ്ഞിട്ട് പിന്നെ ക്ലൈമാക്സ് നടന്നു. ഇവർ പരീക്ഷ ചെയ്ത് ഇവർ രണ്ടുപേരും തിരിച്ചു വരുന്നതാണ്. രണ്ടുപേരും കരഞ്ഞോണ്ടാണ് വരുന്നത്. ചോദിക്കുമ്പം മറ്റേ നന്നായിട്ട് പഠിക്കുന്ന ആൾ തോറ്റതിനാണ് ആൾ കരയുന്നത്. വിശുദ്ധൻ ജയിച്ചതിന്, കാരണം ജയിക്കുന്ന പ്രതീക്ഷിച്ച് പോയാലല്ലോ, അതുകൊണ്ട് വിശുദ്ധൻ കരയാം. അതുകൊണ്ടാണ് നമ്മൾ പരീക്ഷയ്ക്കിടെ ആ ഒരു മധ്യസ്ഥനായിട്ട് വിശുദ്ധ ജോസഫ് കുപ്പർത്തീനോ പ്രാർത്ഥിക്കുന്നത്. പിന്നെ ഭരണങ്ങാനത്തിൻ്റെ ഒരു ആൻറ്റി ഉണ്ട്, അപ്പം അച്ഛൻ്റെ പെങ്ങൾ. അപ്പം ആൻറ്റിയുടെ വീട്ടിലോട്ട് പോകുമ്പോൾ ആ പോകുന്ന വഴിക്ക് അവിടെ ഒരു കുപ്പർത്തീനോയുടെ കുരിശടി എന്ന് പറഞ്ഞ് അങ്ങനെ പോയിട്ടൊന്നുമില്ല. ഞാനവിടെ ഇങ്ങനെ ബോർഡ് എഴുതി വെച്ചത് കണ്ടിട്ടുണ്ട്. അപ്പം ഞാനിങ്ങനെ അപ്പം അങ്ങനെയാണ് എൻ്റെ മനസ്സിലോട്ട് കുപ്പർത്തീനോട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നുള്ളൊരു ഇത് വരുന്നത്. അങ്ങനെ എല്ലാ ദിവസവും പഠിക്കുന്നതിന് മുന്നേ നമ്മൾ പ്രാർത്ഥിച്ചിട്ട് ഇരിക്കുമ്പോൾ മിസ് കുപ്പർത്തീനോടുള്ള പ്രാർത്ഥന ചൊല്ലായിരുന്നു. അങ്ങനെ ശരിക്കും അതിൻ്റെ എനിക്കറിയത്തില്ല കേട്ടോ. പരീക്ഷയുടെ തലേദിവസം, നീറ്റിൻ്റെ പരീക്ഷയുടെ തലേദിവസമൊക്കെ എൻ്റെ മനസ്സിലിങ്ങനെ ഓരോ ഇന്ന പേജ് നോക്കണം, ഇന്ന പോകുന്നതിന് മുന്നേ ലാസ്റ്റ് റൗണ്ട് തോന്നിപ്പിച്ചു ശരിക്കും. അത് തന്നെ നെക്സ്റ്റ് ഡേ എക്സാമിൽ ഞാൻ കാണുകയും ചെയ്തു. അപ്പോൾ ശരിക്കും എക്സാം ഹാളിൽ ഇതിൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു പോയി. കാരണം ശരിക്കും എനിക്ക് വേണ്ടി തന്നെ പ്രിപ്പയർഡ് ആക്കിയ ഒരു ക്വസ്റ്റ്യൻസ് പോലെ എനിക്ക് തോന്നി. ഒരു ടെൻഷനൊന്നും ഇല്ലാണ്ട് ഞാൻ പറഞ്ഞില്ലേ. അപ്പം നമുക്ക് ആദ്യത്തെ ആ ഒരു ചോദ്യങ്ങൾ കിട്ടുകയാണെങ്കിൽ പിന്നെ നമുക്കൊരു കോൺഫിഡൻസ് ആവും. അപ്പം എനിക്ക് ആദ്യമേ തൊട്ട് കുഴപ്പമില്ലാതെ തന്നെ പോയി. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, കെമിസ്ട്രിയുടെ ഒരു ഭാഗം ഞാൻ 40% ഞാൻ പഠിച്ചിട്ടേ ഇല്ലായിരുന്നു. ആ ഭാഗത്തു നിന്ന് ചോദ്യങ്ങൾ വന്നു, എന്നാലും സാധാരണ ചോദിക്കുന്ന പോലെ ചോദിച്ചില്ല.
അപ്പോൾ അങ്ങനെയൊക്കെ വന്നപ്പം എല്ലാം എനിക്കൊരു അനുകൂലമായൊരു, എന്നാലും എനിക്കറിയത്തില്ല ഇനി ഞാൻ ചെയ്തത് പോലെ പ്രാർത്ഥിക്കാൻ സിസ്റ്റർ ബെറ്റി ഉണ്ടായിരുന്നു. അതെ, ശരിയാണ്. അത് വേറൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ അവിടെ ചെന്നപ്പോൾ ഞങ്ങൾ ഒരു ഫാമിലിയെ പരിചയപ്പെട്ടായിരുന്നു. അപ്പം സിസ്റ്റർ അപ്പം എന്നെ എക്സാം ഹാളിൽ കയറ്റിയിട്ട് സിസ്റ്റർ, അപ്പം നമുക്ക് നീറ്റിൻ്റെ എക്സാം നമുക്കറിയാം ഒന്നും കയറ്റാൻ പറ്റില്ല അകത്ത്. അപ്പം എനിക്ക് ഈ മാലയോ അങ്ങനെയൊന്നും ഇടാൻ പറ്റില്ല. അപ്പം എല്ലാ സാധനവും ഞാൻ സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ട് ഞാൻ അകത്ത് കയറി. സിസ്റ്റർ എന്നിട്ട് അവിടെ അടുത്ത് ഏതൊരു പള്ളിയിൽ പ്രാർത്ഥിക്കാൻ പോയി. അപ്പോൾ അവിടെ വെച്ചാണ് ഈ ഒരു പേരൻസിനെ സിസ്റ്റർ കാണുന്നത്. അപ്പം അന്നേരം അത് കഴിഞ്ഞിട്ട് അത് കഴിഞ്ഞ് അവരുടെ ആ കൊച്ച് റിപ്പീറ്റിന് പോയായിരുന്നു. അപ്പോൾ റിപ്പീറ്റിന് പോയപ്പോൾ എൻ്റെ ബുക്സൊക്കെ ഞാൻ ആ കൊച്ചിന് കൊടുത്തായിരുന്നേ. അപ്പം ആ അമ്മച്ചിയായിട്ട് കോൺടാക്റ്റ് ഉണ്ടായിരുന്നു എനിക്ക്. അത് കഴിഞ്ഞിട്ട് എനിക്കിത് കിട്ടി എന്നറിഞ്ഞപ്പം അമ്മച്ചി എന്നോട് പറഞ്ഞത് സിസ്റ്ററിൻ്റെ അമ്മ എങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുമോ അതുപോലെയാണ് സിസ്റ്റർ ബെറ്റി. ഞാനത് വായിച്ചിരുന്നു, അതാ ഞാൻ സിസ്റ്റർ ബെറ്റി അതുപോലെ അല്ലേ, സ്വന്തം അമ്മ എങ്ങനെ പ്രാർത്ഥിക്കുന്നോ അതുപോലെ സിസ്റ്റർ ബെറ്റി സിസ്റ്ററിന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് ഞാൻ ആ അമ്മച്ചി എൻ്റെ അന്നങ്ങനെ പറഞ്ഞതാ. അപ്പം അമ്മച്ചി എന്തോരം അത് നോട്ടീസ് ചെയ്തിട്ടുണ്ട്. നീറ്റ് പോലൊരു എക്സാം എഴുതാൻ അല്ലെങ്കിൽ ആ ഒരു വലിയ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ആ കാലയളവിൽ ഇൻസ്പയർഡ് അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ആളാരാ? അങ്ങനെ ഞാൻ പറഞ്ഞില്ല, ഇവരൊക്കെ തന്നെയായിരുന്നു എൻ്റെ ഇൻസ്പിറേഷൻ. കാരണം ഇവരെനിക്ക് വേണ്ടി അത്രയും എന്നെക്കാൾ കൊടുത്തൊരു ആഗ്രഹം അവർക്ക്. അപ്പം എനിക്കതൊരു മോട്ടിവേഷനാണ് പോയിരുന്നു പഠിക്കാൻ. അല്ലെ പിന്നെ ഞാനിത് പഠിച്ചാൽ കിട്ടത്തില്ല, എനിക്കിത് കിട്ടാൻ പോകണ്ട, അങ്ങനെ നിൽക്കുള്ളൂ. പക്ഷേ ഇവരെനിക്ക് വേണ്ടി അത്രയും ആഗ്രഹിച്ച് എനിക്ക് വേണ്ടി എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് എൻ്റെ മാക്സിമം ഞാൻ എന്തായാലും ചെയ്യും എന്നുള്ള ആ ഒരു ഇതിൽ പിന്നെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞില്ല. എക്സാം കഴിഞ്ഞപ്പം എനിക്ക് ചെറിയൊരു കോൺഫിഡൻസ് ഉണ്ട്. ബൈബിള് ചെയ്തത് ശരി, അതൊക്കെ എല്ലാം കറക്റ്റ് ആവണം. ഇപ്പം ഒന്നാമത് ചോദ്യം കൊണ്ട് രണ്ടാമത് അതൊക്കെ പിന്നെ ഫുള്ള് തീർന്നു എന്നുള്ള അത്രയും നമ്മൾ ശ്രദ്ധയോടുകൂടെ വേണം ചെയ്യാനായിട്ട്. അപ്പം എക്സാം എഴുതിയപ്പോൾ എനിക്ക് ചെറിയ കോൺഫിഡൻസ് തോന്നി. ഇവിടെ വന്നിട്ട് ഞാൻ കൗണ്ട് ചെയ്ത് നോക്കിയപ്പം 600+ ഉണ്ട്. അപ്പം എന്തായാലും ഗവൺമെൻറ് കിട്ടും, എന്നാലും കേരളത്തിൽ കിട്ടുമോ എന്നുള്ളൊരു ഉറപ്പൊന്നും എനിക്കില്ലായിരുന്നു. ശരിയാ, മൂന്നാമത്തെ അലോട്ട്മെന്റിലാണ് ഇപ്പം മഞ്ചേരി മെഡിക്കൽ കോളേജിലാണ് പഠിക്കുന്നത് സിസ്റ്റർ. അതൊരു മൂന്നാമത്തെ അലോട്ട്മെന്റിലാണ് കിട്ടിയത് അല്ലേ? ആ ഒരു പീരീഡും ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. എവിടെയായിരുന്നു കിട്ടിയത്? ആദ്യം എനിക്ക് ഓൾ ഇന്ത്യയുടെ ഫസ്റ്റ് പോലും കിട്ടുമോയെന്ന് എനിക്ക് അങ്ങനെ പ്രതീക്ഷയില്ലായിരുന്നു. കാരണം കഴിഞ്ഞ കൊല്ലത്തെ ലാസ്റ്റ് റാങ്ക് വെച്ചാണ് നമ്മൾ നോക്കുന്നത്. അപ്പം കഴിഞ്ഞ കൊല്ലം ലാസ്റ്റ് റാങ്ക് എൻ്റെ റാങ്കിൻ്റെ അത്രയും വന്നിട്ടില്ല ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ. പക്ഷേ ഈ പ്രാവശ്യം അത്രയും വന്നു. കാരണം ഈ പ്രാവശ്യം കുറേ സീറ്റുകളൊക്കെ കൂടിയിട്ടുണ്ട്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. എനിക്ക് തമിഴ്നാട്ടിലെ ഡിണ്ടിഗൽ മെഡിക്കൽ കോളേജിലാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടുന്നത്. അവിടെ കിട്ടി. പിന്നെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ആയതുകൊണ്ട് ആരും അങ്ങനെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് എടുക്കാറില്ല, കുറച്ചും കൂടെ ബെറ്റർ കോളേജിന് പോകത്തേ ഉള്ളൂ, സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യും. അപ്പം എല്ലാവരും ഞാനും അതുപോലെ എടുത്തില്ല. സെക്കൻഡ് എവിടെയാണ് വന്നത്? സെക്കൻഡ് അത് ഓൾ ഇന്ത്യ ഫസ്റ്റ് കഴിഞ്ഞാൽ കേരളയുടെ ഫസ്റ്റ് വരും. കേരളയുടെ ഫസ്റ്റിൽ എനിക്കില്ലായിരുന്നു. കാരണം കേരളത്തിലെ മെഡിക്കൽ കോളേജിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അന്നേരം പിന്നെ റിസർവേഷനൊക്കെ ഉണ്ടായിരുന്നേ കിട്ടിയാണ്. ഇപ്പോൾ നമ്മൾ ജനറൽ കമ്മ്യൂണിറ്റിക്ക് അങ്ങനെയുള്ള റിസർവേഷനൊന്നുമില്ല, അതുകൊണ്ട് കിട്ടിയില്ല. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് ഓൾ ഇന്ത്യയുടെ സെക്കൻഡ് വരിക. ഓൾ ഇന്ത്യയുടെ സെക്കൻഡിൽ എനിക്ക് കൊടകിലാണ് കിട്ടിയത്, കൊടക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ. അപ്പം കൊടകെന്ന് പറഞ്ഞപ്പം വലിയ കുഴപ്പമില്ലായിരുന്നു. വെച്ചാൽ നമ്മൾ അവിടുത്തെ വേറെ സാഹചര്യങ്ങളൊന്നും അറിയത്തൊന്നുമില്ല. എന്നാലും മംഗലാപുരത്ത് ഞങ്ങൾക്ക് കോൺവെൻറ്റ് ഉണ്ട്. പിന്നെ കണ്ണൂർ ഞങ്ങൾക്കൊരു കോൺവെൻറ്റ് ഉണ്ട്. കണ്ണൂരിൽ നിന്ന് കൊടക് പോകാനായിട്ട് എളുപ്പമാണ്. മംഗലാപുരത്തൊന്നും പക്ഷെ അതിലും എളുപ്പം കണ്ണൂരിൽ നിന്ന് ഏകദേശം 2 മണിക്കൂർ ദൂരം അത്രേ ഉള്ളൂ. അത് വേണ്ടെന്ന് വെച്ചതിൻ്റെ റീസൺ എന്താ? അത് ഞാൻ ആവശ്യത്തിന് അവിടെ അഡ്മിഷൻ എടുക്കാൻ പോയി. അഡ്മിഷൻ എടുക്കാൻ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് അവിടെ നമുക്ക് മഠമില്ല അടുത്ത്, പള്ളി പോകാനായിട്ട് യാതൊരു സാഹചര്യമില്ല. പിന്നെ ഞാൻ കുട്ടികളുടെ കൂടെ ഹോസ്റ്റലിൽ നിൽക്കണം. അതിലും അത് എങ്ങനെയായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ പള്ളിയില്ല, ഡെയിലി പള്ളിയിൽ പോകാൻ പറ്റില്ല, പ്രാർത്ഥിക്കാനായിട്ട് വേറൊരു സാഹചര്യമില്ല. ഒരു കോൺവെൻറ്റ് ഉണ്ട്, പക്ഷേ അത് നല്ല ദൂരമാണ്. അപ്പം പോയി വരാൻ പറ്റുന്ന ഒരു ഡിസ്റ്റൻസ് അല്ല. ഈശോയ്ക്ക് വേണ്ടിയാണ് സെക്കൻഡ് അലോട്ട്മെന്റ് വേണ്ടെന്ന് വെച്ചത്. അതെ. അപ്പോൾ ഈശോ എന്തായാലും തേർഡ് അലോട്ട്മെന്റിൽ ഒട്ടും പ്രതീക്ഷിക്കാതെ കേരളത്തിൽ തന്നെ തന്നു, മഞ്ചേരി മെഡിക്കൽ കോളേജിൽ. ഇപ്പൊ സന്തോഷമായിട്ടിരിക്കുന്നു അല്ലേ? കിട്ടിയപ്പോൾ നല്ല സന്തോഷമായിരുന്നു. അതെ. സിസ്റ്റർ, ഇപ്പം നമുക്ക് രോഗികളെ ശുശ്രൂഷിക്കാൻ പല മേഖല തിരഞ്ഞെടുക്കാം അല്ലേ? ഒന്നെങ്കിൽ നഴ്സിംഗ് തിരഞ്ഞെടുക്കാം. ഇപ്പം നിങ്ങൾക്ക് പരിപാലന ഭവൻ ഉള്ളതുകൊണ്ട് അവിടെ ഉള്ളതും രോഗികളാണ്, അവരുടെ കൂടെ നിന്നാൽ മതി. പക്ഷേ അതൊന്നും അല്ല എനിക്ക്, ഞാൻ ഈ മെഡിക്കൽ ഫീൽഡിൽ ഒരു ഡോക്ടറായിട്ട് തന്നെ പ്രവർത്തിക്കും എന്നൊരു ഉറപ്പ് അല്ലെങ്കിൽ ആ ഒരു കോൺഫിഡൻസ് ബിൽഡപ്പ് ചെയ്തത് എങ്ങനെയാണ്? ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതുകൊണ്ടാണോ, അല്ലെങ്കിൽ ഏതെങ്കിലും രോഗികളെ കണ്ടപ്പോഴാണോ സിസ്റ്ററിന് അങ്ങനെ ഒരു തോന്നലുണ്ടായത്? അതോ ഈ നീറ്റിന് പ്രിപ്പറേഷൻ്റെ ടൈം സിസ്റ്ററിനെ സ്വാധീനിച്ചതാണോ?
ഒരുപാട് കൂടുതലായിട്ട് എന്നെ സ്വാധീനിച്ചെന്ന് പറയാനായിട്ട് ഇപ്പം പല ഹോസ്പിറ്റലുകളിലും എന്താണ് കുറേ രോഗികൾ ഇപ്പം പൈസയുടെ ബുദ്ധിമുട്ട് കുറേ പേർക്കുണ്ട്. ഇപ്പം ഒരു ഡോക്ടറായി ശുശ്രൂഷ ചെയ്യുമ്പം അപ്പം ആ ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലം മൂലം ശരിക്കും ചികിത്സ കിട്ടാതെ ഒരുപാട് രോഗികൾ വേണ്ടത്ര ചികിത്സ കിട്ടാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പം ശരിക്കും എൻ്റെ മനസ്സിലൊരു ഇന്നർ മോട്ടിവേഷൻ എന്ന് പറയുന്നത് ആ ഒരു ഡോക്ടർ ആവുമ്പോൾ നമുക്ക് ഫ്രീ ആയിട്ട് കുറെ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കാം. നഴ്സിന് പറ്റാത്ത കുറെ കാര്യങ്ങളൊക്കെ ഡോക്ടർ ആവുമ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റും. എന്നെ കൊണ്ട് എത്രമാത്രം പറ്റുന്നൊന്നും ഇപ്പം എനിക്കറിയത്തില്ല. എന്നാലും എൻ്റെ ഒരു മനസ്സ്, ഞാൻ പറഞ്ഞില്ല ഇപ്പം ഈ ഡോക്ടർ ആണെന്നുള്ളൊരു ആഗ്രഹവും എപ്പോഴും എൻ്റെ മനസ്സിൽ കയറിക്കൂടിയ ഒരു ആഗ്രഹമാണ്. അങ്ങനെ അതുപോലെ വന്നൊരു ചിന്തയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ളത്. അതിന് എത്രമാത്രം ഭാവിയിലോട്ട് എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എന്നാലും അതാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തത്. ഇനി ഇപ്പം നമുക്ക് നീറ്റിന് വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം നീറ്റ് എഴുതി എനിക്ക് അത്ര മാർക്കൊന്നും കിട്ടിയില്ല, നമ്മളെക്കാളും ഇളയവരായിട്ടുള്ള ഒത്തിരി പേരുണ്ട്. അവരോടൊക്കെ സിസ്റ്ററിന് എന്താണ് പറയാനുള്ളത്? അങ്ങനെ ചോദിച്ചാൽ നമ്മൾ ഒരിക്കലും നിരാശരാകരുത്. ഇപ്പം ബെർലിനിൽ എല്ലാ വീക്കിലി എക്സാംസ് ഉണ്ടായിരുന്നു. ഒറ്റ വീക്കിലി എക്സാംസിന് പോലും ആദ്യത്തെയൊക്കെ എനിക്ക് 200 എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. 720 200, പിന്നെ പതുക്കെ കൂടി വന്നു. എന്നാലും ഇടയ്ക്ക് താന്നു പോകുന്ന അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ നമ്മളൊരിക്കലും എനിക്ക് തോന്നുന്നു നീറ്റിൻ്റെ ഏറ്റവും പോകുന്നതിന് തൊട്ട് മുന്നുള്ള ഒരു എക്സാമിനാണ് എനിക്ക് ആദ്യമായിട്ട് 600 ഞാൻ കടന്നൊരു മാർക്ക്, ബ്രില്യൻ്റിൽ നിന്ന് എനിക്കൊരു മാർക്ക് കിട്ടുന്നത്. അതുവരെ 500, 540, 560 ആ ഒരു റേഞ്ചിലൊക്കെ ആയിരുന്നു. 600 കിടക്കുന്ന ഒരു എക്സാം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നീറ്റിന് ജസ്റ്റ് മുമ്പുള്ളൊരു എക്സാമിനെങ്ങാണ്ടായിരുന്നു. നമ്മൾ ഇപ്പം ദൈവം നമുക്കായിട്ട് ഇത് ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നടന്നിരിക്കും. നമുക്ക് ചെയ്യാനുള്ളത് മാക്സിമം ചെയ്യുക. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ മുഴുവൻ പഠിച്ചിട്ടല്ല എനിക്കിത് കിട്ടിയത്. ദൈവത്തിൻ്റെ ഇപ്പം ഞാൻ ഈശോയോട് പറഞ്ഞു, ഈശോ ഇത് നിൻ്റെ ഹിതമാണെങ്കിൽ നടക്കട്ടെ. പ്രാർത്ഥനയും കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഹാർഡ് വർക്ക്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ നിന്റെ പ്രയത്നം കർത്താവിൽ അർപ്പിക്കുക, അവിടുന്ന് നിന്റെ പദ്ധതികൾ ഫലം തന്നെ ചെയ്യും. അവസാനമായിട്ട് എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മുടെയൊക്കെ ചുറ്റിനും എന്തെങ്കിലും ഒരു സാഹചര്യം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോൾ തളർന്ന് മനസ്സുമടുത്ത് എല്ലാം ഉപേക്ഷിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന്. ചുറ്റിനുള്ള കുഞ്ഞുങ്ങളൊക്കെ അങ്ങനെയാണ്. ഇപ്പം നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കുമ്പോൾ അങ്ങനത്തെ ന്യൂസുകളാണ് കാണുന്നത്. പക്ഷേ സിസ്റ്റർ എത്ര കോൺസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്തു. 7 വർഷത്തെ ഗ്യാപ്പിന് ശേഷം വന്ന് 0യിൽ നിന്ന് തുടങ്ങി എല്ലാം ഇങ്ങനെ തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. അപ്പം അങ്ങനെ മനസ്സുമടുത്ത് ഇനി ഞാനൊന്നും ചെയ്യുന്നില്ല എന്ന് വിചാരിക്കുന്ന നമ്മുടെ കൂട്ടുകാരോട് സിസ്റ്റർക്ക് എന്താ പറയാനുള്ളത്? നമ്മളങ്ങനെ ചിന്തിക്കുമ്പോൾ നമ്മളോട് തന്നെ ഒരു ദ്രോഹം ചെയ്യുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ശരിക്കും നമ്മുടെ ശത്രു നമ്മൾ തന്നെയാണ് നമ്മളെ തകർക്കുന്നത്. നമുക്ക് പ്രതിസന്ധികളൊക്കെ ഉണ്ട്. പക്ഷേ ആ പ്രതിസന്ധികളിലൂടെയൊക്കെ അതിനെ അതിജീവിക്കാനുള്ള ശക്തി ദൈവം നമുക്ക് അതിനെ അതിജീവിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് അറിഞ്ഞത് കൊണ്ട് തന്നെയാണ് ദൈവം ഏതെങ്കിലും പ്രതിസന്ധിയിലേക്ക് നമ്മളെ എടുത്തിരുന്നത്. അതിനെ അതിജീവിക്കാനുള്ള ശക്തി നമുക്കുണ്ട്. നമ്മളതിനെ അങ്ങനെ വിട്ടുകൊടുത്താൽ മതി. അത് നമ്മളെ കടന്നു പൊക്കോളും. അത് കുഴപ്പമില്ലാതെ. ഇപ്പം ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെയൊക്കെ ഞാൻ ഇവിടെ എത്തും എന്നുള്ളത്. അപ്പോൾ ഇപ്പം തിരിഞ്ഞ് നോക്കുമ്പം അത്രയും പ്രതിസന്ധികൾ ഇതിലൂടെയൊക്കെ ഞാൻ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ അതിലൂടെയൊക്കെ ദൈവം എന്നെ കുറച്ചും കൂടെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട് മുന്നോട്ടുള്ള ജീവിതത്തെ ഫേസ് ചെയ്യാനായിട്ട്. ഒത്തിരി സ്നേഹമുണ്ട്, സന്തോഷമുണ്ട്. എനിക്കറിയാം നീറ്റ് കഴിയുമ്പോൾ എല്ലാം തീർന്നു എന്നല്ല. ഇനി മെഡിക്കൽ പഠനം എന്ന് പറയുന്നത് 5 വർഷം, പിന്നെ ഹൗസ് സർജൻ എല്ലാം കിടക്കുകയാണ്. ഫസ്റ്റ് ഇയർ ഭയങ്കര ടഫാണ്. സിസ്റ്റർ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഓടി വന്ന് ഞങ്ങൾക്ക് കുറച്ച് സമയം ഞങ്ങൾക്ക് വേണ്ടി സ്പെയർ ചെയ്തത്. ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും. താങ്ക് യു.